ഇതേസമയം കളങ്കിതരായ 144 പോലീസുകാരെ പിരിച്ചുവിട്ട സർക്കാരെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം ഇതോടെ പൊളിയുകയാണ്. നടപടി നേരിട്ടവർ സേനയിൽ തിരിച്ചെത്തിയതിന് തെളിവായി അഭിലാഷ് ഡേവിഡിന്റെ പുനർനിയമനം. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ? സർ, 2016 മുതൽ സമഗ്രമായ ഇടപെടലാണ് പോലീസ് സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, മുഖ്യമന്ത്രി സഭയിൽ ഈ വാക്കുകൾ പറഞ്ഞതിനു ശേഷം ഈ കണക്ക് തെറ്റാണ്, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നത് ഈ തെറ്റാണ് എന്ന് പ്രസ്താവനയുമായി രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അന്നേ തന്നെ രംഗത്തെത്തിയതാണ്. വീണ്ടും ഇതൊരു ചർച്ചയ്ക്കും ഒരു രാഷ്ട്രീയ വലിയ വാഗ്വാദത്തിനും വഴിവെക്കുകയും ചെയ്യുന്നു. ആദ്യമായിട്ട് ഇപ്പോൾ അഭിലാഷ് ഡേവിഡ് സസ്പെൻഡ് ചെയ്യപ്പെട്ടതാണ് എന്നുള്ള അഭിലാഷ് ഡേവിഡിന്റെ അവകാശവാദം അത് ശരിയല്ല എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയാണോ? പിരിച്ചുവിട്ടതിനു ശേഷം തിരികെ കയറ്റിയതാണ് എന്ന കാര്യത്തിൽ കൂടി സ്ഥിരീകരണമാകുകയാണോ ഇപ്പോൾ? അപർണ, നമ്മൾ ഈ വിവരം പുറത്തു വന്ന ശേഷം പോലീസിലെ ഉന്നതരുമായി ബന്ധപ്പെടുമ്പോൾ ഈ 144 എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സംഖ്യ, അതിൽ 25 താഴെ ആളുകൾ മാത്രമാണ് ഈ പുറത്തേക്ക് പോയിട്ടുള്ളത്. അതിലും കുറഞ്ഞൊരു സംഖ്യയാണ് പറയുന്നത്. പരമാവധി 25 താഴെ ആളുകൾ മാത്രമേ അങ്ങനെ സർവീസിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളൂ. ഈ 144 പേരെ പിരിച്ചുവിട്ടതിൽ ബാക്കി മുഴുവൻ പേരും സർവീസിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട് എന്നതാണ്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്, അങ്ങനെ വലിയ അവകാശവാദമായി ഉന്നയിച്ചത് അത് എത്രമാത്രം നിസ്സാരമായ ഒരു കാര്യമായിരുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം കോൺഗ്രസിൻ്റെ കാര്യം പോട്ടെ, UDFിൻ്റെ കാര്യം പോട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിലെങ്കിലും ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് വലിയ അഭിമാനത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാരെ ഇതാ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതേ പോലീസുകാർ വീണ്ടും മാസങ്ങൾ കഴിയുമ്പോൾ സേനയുടെ ഭാഗമാവുകയും അവർ അക്രമം നടത്തുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ ആക്ഷേപങ്ങളായി ഉയർന്നു വരികയും ചെയ്യുകയാണ്. മറ്റൊരു കാര്യം, അഭിലാഷ് ഡേവിഡ് പറയുന്നത് ശരിയായ കാര്യമല്ല. CH നാഗരാജു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരിക്കുമ്പോഴാണ് ഈ 3 പേരെ സസ്പെൻഡ് ചെയ്യുന്നത്. അതായത് മുഖ്യമന്ത്രി പറയുന്ന പട്ടികയിലെ 3 ഉദ്യോഗസ്ഥരെ ഒരു ഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്യുന്നത് ഈ കമ്മീഷണർ CH നാഗരാജു ചുമതല വഹിക്കുമ്പോഴായിരുന്നു. അന്ന് നമ്മൾ കൃത്യമായി വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നതാണ്. അവിടെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചില്ല. ഈ പോലീസുകാർ തിരികെ വരുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഇതാണ്, PSC വഴി നിയമിതരാകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പിരിച്ചുവിടുമ്പോഴും അക്കാര്യങ്ങൾ PSCയെ ധരിപ്പിച്ച് അങ്ങനെ നിയമ നടപടികൾ പൂർത്തിയാക്കി ആ തരത്തിൽ വേണം ഇവരെ പിരിച്ചുവിടേണ്ടത്. പക്ഷേ ഇപ്പോൾ IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് നാഗരാജു. നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്, IG പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവിറക്കിയാൽ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥനെ സമീപിക്കാൻ ഈ പോലീസുകാരന് കഴിയും. അത് ADGPക്കോ DGPക്കോ ഈ ഉത്തരവ് റദ്ദാക്കാൻ കഴിയും. അതായത് നിസ്സാരമായ നടപടിക്രമങ്ങളാണ്. തൻ്റെ ഭാഗം തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥനോട് വിശദീകരിച്ചു കഴിഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന് തിരികെ വീണ്ടും സർവീസിൽ കയറാൻ കഴിയും. ഇവിടെ അഭിലാഷ് ഡേവിഡിൻ്റെ കാര്യത്തിൽ തന്നെ ആദ്യം ഈ ഗുണ്ടാബന്ധം ആരോപിക്കപ്പെടുന്നു. വഴിവിട്ട ചില നീക്കങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിൽ അക്രമ പ്രവർത്തനങ്ങളുമായി നടക്കുന്ന ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുന്നു എന്ന ആരോപണം വരുന്നു. പിന്നീട് ശ്രീകാര്യം SHO ആയിരിക്കുമ്പോൾ പോക്സോ കേസിൽ കൃത്യമായ അന്വേഷണം നടത്തിയില്ല. ഇങ്ങനെ വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് പിരിച്ചുവിടുന്നത്. പക്ഷേ അവിടെ പിരിച്ചുവിടുമ്പോഴും നടപടിക്രമങ്ങൾ കൃത്യമായി സർക്കാർ പാലിച്ചില്ല എന്നത് തന്നെയാണ്. അതായത് കണ്ണിൽ പൊടി ഇടുന്നതിന് വേണ്ടി ഇത്തരം ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന ആരോപണമാണ് ശക്തമാകുന്നത്. അങ്ങനെ പിരിച്ചുവിടപ്പെട്ടാൽ അവർക്ക് സമീപിക്കാൻ കഴിയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലാണ്. അവിടെ പോയി കോടതി മുഖാന്തരം വേണമെങ്കിൽ അവരുടെ ഭാഗം വാദിച്ച് പിന്നീട് നിരപരാധിയെങ്കിൽ സർവീസിൽ വരാൻ കഴിയും. പക്ഷേ ഇവിടെ ആ നടപടികളിലേക്കൊന്നും പോകേണ്ടതില്ല. ഒരു IG പിരിച്ചുവിട്ടാൽ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ ആ ആളെ തിരിച്ചെടുക്കാം. അത്തരത്തിലാണ് ഈ 144 പേരിൽ ബഹുഭൂരിപക്ഷം പേരും ഇപ്പോൾ സർവീസിൽ തിരിച്ചെത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ അവകാശവാദങ്ങൾ അത് പൂർണ്ണമായും തള്ളപ്പെടുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊള്ളത്തരമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അതിന് സർക്കാരിന് വിനോദ് ഇതിനകത്ത് പലപ്പോഴും നമ്മൾക്ക് തന്നെ അറിയുന്നത് വലിയ വിവാദമാകുന്ന വലിയ വിഷയങ്ങളിൽ, കസ്റ്റഡി മർദ്ദനം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ പ്രതിപക്ഷമടക്കം വലിയ പ്രതിഷേധം ഉയർത്തുമ്പോഴും ഇതൊക്കെ സസ്പെൻഷനിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഈ ഘട്ടത്തിലേക്ക് പോലും പോകുന്നില്ല, ഇത് സസ്പെൻഷനിൽ നിൽക്കുന്നു. സസ്പെൻഷൻ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ തിരികെ കയറുന്ന ഒരവസ്ഥ പോലും ഉണ്ടാകുന്നു. ഈ നടപ്പാക്കാൻ പറ്റുന്ന
ചട്ടങ്ങൾ പോലും പലപ്പോഴും നടപ്പാക്കുന്നില്ല. രാഷ്ട്രീയ സ്വാധീനം കാരണം അതിൽ നിന്ന് ഈ ക്രിമിനലുകളായിട്ടുള്ള പോലീസുകാർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇത് വെറും വിലയിരുത്തലല്ല, ഇതൊക്കെ സ്ഥിരീകരിക്കുക കൂടിയാണോ ഇപ്പോഴത്തെ സംഭവങ്ങൾ? അപർണ, ഇവിടെ ഈ പോലീസിന്റെ ചട്ടം അനുസരിച്ചാണ് ഈ പിരിച്ചുവിടലൊക്കെ നടക്കുന്നത്. പക്ഷേ അതിൽ തന്നെ പറയുന്നതനുസരിച്ച് തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥന് ആ പിരിച്ചുവിടപ്പെട്ട ഉദ്യോഗസ്ഥനെ തിരികെ എടുക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ മാസങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു പിരിച്ചുവിടൽ നടത്തുകയും അത് വലിയ തോതിൽ മാധ്യമങ്ങൾക്ക് മുൻപിലും നിയമസഭയിലും പറയുകയും അവരെ പിരിച്ചുവിട്ടിരിക്കുന്നു, ഇതാ സർക്കാരിൻ്റെ നിലപാട് കാണിച്ചിരിക്കുന്നു എന്ന തരത്തിൽ ഒരു വിശദീകരണം നൽകുകയും ചെയ്യുന്നു. അത് സഭയ്ക്കുള്ളിലാണ്. അതിനുശേഷം മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഈ ഉദ്യോഗസ്ഥർ തന്നെ വീണ്ടും സർവീസിലേക്ക് എത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അവകാശവാദങ്ങൾക്ക് സർക്കാർ എടുക്കുന്ന നിലപാടിന് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന കാര്യമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടായതുകൊണ്ട്, ഷാഫി പറമ്പലിൻ്റെ പരാതി വരുന്നതുകൊണ്ട് അഭിലാഷ് ഡേവിഡ് സർവീസിലുണ്ടെന്ന കാര്യം തിരിച്ചറിയപ്പെട്ടു. തല്ലിയത് അഭിലാഷ് ആണെങ്കിലും അല്ലെങ്കിലും അഭിലാഷ് ഇപ്പോൾ സർവീസിലുണ്ട് എന്ന കാര്യം വ്യക്തമായിരിക്കുന്നു. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ലെങ്കിൽ മുഖ്യമന്ത്രി സഭയിൽ നടത്തിയ പ്രഖ്യാപനം, ഈ 144 പേരുടെ പിരിച്ചുവിടൽ, അത് ഒരു മഹാസംഭവമായി ആളുകൾ കരുതുന്ന ഒരു നിലയുണ്ടാകും. പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാതിരിക്കുന്നതും അതുകൊണ്ട് വേണം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. കാരണം ഈ പിരിച്ചുവിടപ്പെട്ടവർ ഇപ്പോൾ സർവീസിലുണ്ടോ എന്ന ചോദ്യത്തിന് പോലീസ് ആസ്ഥാനത്തിൻ്റെ പക്കൽ കണക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് പോലീസ് സിസ്റ്റം പ്രവർത്തിക്കേണ്ടത്, പോലീസ് ആസ്ഥാനം, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കേണ്ടത് അങ്ങനെയാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. ഏതായിരുന്നാലും മുഖ്യമന്ത്രി പിരിച്ചുവിടപ്പെട്ടു അല്ലെങ്കിൽ പിരിച്ചുവിട്ടു, സർക്കാരിൻ്റെ നിലപാട് വളരെ സുതാര്യമാണെന്ന് പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇപ്പോഴും ഈ സംവിധാനത്തിനകത്ത് തുടരുന്നു എന്നതാണ്. വിനോദ, രാഷ്ട്രീയമായിട്ട് ഇതിപ്പോ ഷാഫി പറമ്പലിന്റെ പ്രസ്താവനയ്ക്കപ്പുറത്തേക്ക് കോൺഗ്രസ് ഇത് ഏത് തരത്തിൽ ഏറ്റെടുക്കുന്നു? ഇതൊരു പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ടോ? BJP അടക്കം കൂടുതൽ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് ഉയരാനുള്ള ഒരു സാധ്യത വരും മണിക്കൂറുകളിലുണ്ടോ? തീർച്ചയായും കഴിഞ്ഞ തൊട്ടു മുമ്പുള്ള സഭാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അത് കഴിഞ്ഞിപ്പോൾ ഒരു സഭാ സമ്മേളനം കൂടിയാകുമ്പോഴാണ് ഇങ്ങനെ ഈ പുറത്താക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അകത്ത് കയറി എന്ന വിവരം പുറത്തു വരുന്നത്. ഏതായിരുന്നാലും ഇത് സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ വിവാദമായി ഉയർന്നു വരുമെന്ന കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഷാഫി പറമ്പലിനെ മർദ്ദിച്ചത് അത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. അവിടെ റൂറൽ SP തന്നെ കൈകഴുകുന്ന ഒരു നിലയുണ്ടായി. തങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലർ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നാണ് റൂറൽ SP KE ബൈജു പറഞ്ഞത്. ബൈജുവിനെതിരെ KC വേണുഗോപാൽ അടക്കം വളരെ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ബൈജു എന്താകും എന്ന് കണ്ടോളൂ എന്ന തരത്തിലൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്ന ഒരു സാഹചര്യം. തൊട്ടു പിന്നാലെ KE ബൈജു തൻ്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു. പോലീസിൻ്റെ ഭാഗത്ത് ചില വീഴ്ചയുണ്ടായി, തങ്ങളുടെ കൂട്ടത്തിൽ ചിലർ പ്രശ്നമുണ്ടാക്കിയെന്ന് SP തന്നെ പറയുന്ന സാഹചര്യം. അതിനുശേഷമാണ് ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. സ്വഭാവ ദൂഷ്യത്തിൻ്റെ പേരിൽ, ക്രിമിനൽ പശ്ചാത്തലത്തിൻ്റെ പേരിൽ സേനയിൽ നിന്ന് പുറത്തുപോയ ഒരു ഉദ്യോഗസ്ഥൻ വീണ്ടും സേനയ്ക്കുള്ളിൽ കയറി മർദ്ദനം നടത്തി എന്ന തരത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ അതിന് ഗൗരവം കൂടുതലാണ്. അത് തീർച്ചയായും വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വരും. അടുത്ത ദിവസങ്ങളിൽ വലിയ സജീവ ചർച്ചയായി ഇത് നിലനിൽക്കുകയും ചെയ്യുമെന്നത് ഉറപ്പാണ്. വിനോദ് വിവരങ്ങൾ നൽകിയത്.